സീറോ മലബാർ സഭ അംഗവും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമ്മൂട് ഇടവക അംഗവുമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിലിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി മാർപ്പാപ്പ. മെത്രാൻ പോലുമല്ലാത്ത വൈദികനെ നേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. വത്തിക്കാൻ രാഷ്ട്രത്തിലെ നിർണായക ചുമതലയായിരുന്നു നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാട്ട്. മാർപ്പാപ്പയുടെ യാത്രകൾ തീരുമാനിക്കുന്ന ചുമതലയായിരുന്നു ഇദ്ദേഹത്തിന്. സീറോ മലബാർ സഭയുടെ തലവനെ തിരഞ്ഞെടുക്കാനുള്ള സിനഡ് സമ്മേളനത്തിൽ മാർപ്പാപ്പയുടെ പ്രത്യേക ദൂതനായി എത്തിയ മോൺസിഞ്ഞോറിന്റെ ഇടപെടലാണ് സമവായത്തിലേക്കും റാഫേൽ തട്ടിലിന്റെ തിരഞ്ഞെടുപ്പിലേക്കും വഴിതെളിച്ചത്. എന്നാൽ പൗരസ്ത്യ സഭകളിലെ വലിപ്പം കൊണ്ട് രണ്ടാം സ്ഥാനത്തുള്ള സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് കർദിനാൾ പദവി നൽകാൻ കർദിനാൾ കൺസിസ്റ്ററി തയ്യാറായില്ല. നിലവിൽ പഴയ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി കർദിനാൾ പദവിയിൽ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സീറോ മലബാർ സഭാംഗത്തെ മുൻ തലങ്ങൾ മറികടന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് ചില സൂചനകൾ നൽകുന്നുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് നിലവിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മറ്റൊരു മലയാളിയെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആക്കിയ ചരിത്രമുണ്ട്. നിലവിൽ സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിക്സ് കാതോലിക്ക ബാവയ്ക്ക് കർദിനാൾ പദവിയുണ്ട്.